ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാഥമിക് ബുക്കിലത്തെ അങ്കുലിമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെസൻ്റെ ലെസൺ അല്ലെങ്കിൽ ആ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാം. एक जंगल में अंगुलीमाल नाम का एक डाकू रहता था. वह बड़ा निर्दयी था. അങ്ങനെ പറഞ്ഞാൽ ഒരു കാട്ടിൽ അങ്കുലിമാൽ എന്ന് പേരുള്ള ഒരു കൊള്ളക്കാരൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ക്രൂവലായിരുന്നു. അവർ ജംഗൽ മേ ആനെ ജാനെ വാലോं को पकड़कर बहुत सताता था वह उन्हें मार डालता था. ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ ഈ അങ്കുലിമാൽ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഒരുപാട് ഉപദ്രവിക്കും, പിന്നെ അവരെ കൊല്ലും. वह उनकी अंगुलियों को माला बनाकर गले में पहनता था. അപ്പോൾ ഈ കൊന്നതിന് ശേഷം ഈ ആളുകളുടെ വിരലുകളെ മുറിച്ചെടുത്ത് ഒരു മാല മാതിരി കോർത്തെടുത്ത് ആ മാല കഴുത്തിലിടുമായിരുന്നു. ഇസ്ലിയെ ലോഗ് ഉസെ അങ്കുലിമാൽ कहते थे. അതുകൊണ്ട് തന്നെ ആളുകൾ അയാളെ അങ്കുലിമാൽ എന്ന് പേര് വിളിക്കാൻ തുടങ്ങി. സബി ലോഗ് ഉസ്സെ ബഹുത് ഡർത്തെ थे और ജംഗൽ മേ നഹി ജാത്തെ थे. അതുകൊണ്ട് തന്നെ ആളുകൾ അയാളെ ഭയങ്കര പേടിയാണ് ആളുകൾക്ക്. അതുകൊണ്ട് അവർ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു, യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. एक बार महात्मा बुद्ध किसी कारण उस जंगल में गए. वह अंगुलिमाल के बारे में जानते थे. അപ്പോൾ ഒരു പ്രാവശ്യം മഹാത്മാ ബുദ്ധർ ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. അങ്കുലിമാലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധറിന് അറിയാമായിരുന്നു. जब अंगुलीमाल को महात्मा बुद्ध के आने का पता चला तो उसे बहुत गुस्सा आया. അപ്പോൾ അങ്കുലിമാലിന് മഹാത്മാ ബുദ്ധർ വരുന്ന വിവരം അറിഞ്ഞു. അപ്പോൾ അങ്കുലിമാലിന് ഒരുപാട് ദേഷ്യം വന്ന് ഗുസ്സെ സെ ഭരാ വ മഹാത്മാ ബുദ്ധ കെ പാസ് ആയ. ദേഷ്യപ്പെട്ട് ആ ദേഷ്യത്തോടെ കോപത്തോടെ അങ്കുലിമാൽ മഹാത്മാ ബുദ്ധൻ്റെ അടുത്തേക്ക് പോയി. महात्मा बुद्ध ने धैर्यपूर्वक मुस्कुराकर उसका स्वागत किया. इस प्रकार बिना डरे मुस्कुराकर स्वागत किया जाना अंगुलीमाल के लिए नई बात थी, क्योंकि सब लोग तो उसे डरते थे और उससे घृणा करते थे. മഹാത്മാ ബുദ്ധ എന്ത് ചെയ്തു? ധൈര്യത്തോടെ ചെറിയ ഒരു പുഞ്ചിരിയോടെ അങ്കുലിമാലിനെ സ്വാഗതം ചെയ്തു. പക്ഷെ അങ്കുലിമാലിന് അത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമാണ് തോന്നിയത്. കാരണം അങ്കുലിമാലിനെ എല്ലാവരും ഭയങ്കര പേടിയായിരുന്നല്ലോ. അപ്പം അങ്കുലിമാലിനെ ആരും വെൽക്കം ഒന്നും ചെയ്യൂല, സ്വാഗതമൊന്നും ചെയ്യൂല. പ്ലസ് അങ്കുലിമാലിനെ ഭയങ്കര പേടിയായിരുന്നു, വെറുപ്പായിരുന്നു അങ്കുലിമാലിനോട് ആളുകൾക്ക്. മഹാത്മാ ബുദ്ധനെ അങ്കുലിമാൽ സെ കഹാ ഭായി ഗുസ്സാ ചോടോ और सामने वाले पेड़ से 4 पत्तियाँ तोड़ लाओ. അങ്കുലിമാൽ പത്തെ തോടെ ലായെ. അപ്പോൾ അങ്കുലിമാലിനോട് ബുദ്ധർ പറഞ്ഞു, നിങ്ങൾ ദേഷ്യം ഉപേക്ഷിക്കൂ. എന്തിനാണ് നിങ്ങൾ ചുമ്മാ ദേഷ്യപ്പെടുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ ആ മുന്നിൽ കാണുന്ന മരത്തിൽ നിന്ന് ഒരു 4 ഇലകൾ പറിച്ചിട്ട് വരൂ. അങ്കുലിമാൽ പോയി ആ 4 ഇല പറിച്ചിട്ട് വന്നു. बुद्ध मुस्कुराए और बोले, इन पत्तों को जहाँ से तोड़ लाए हो फिर से वहीं लगा आओ. അപ്പോൾ ബുദ്ധർ ചിരിച്ചുകൊണ്ട് അങ്കുലിമാലിനോട് പറഞ്ഞു, നീ ഇപ്പം ഏത് മരത്തിൽ നിന്നാണോ ഈ ഇലകൾ പറിച്ചിട്ട് വന്നത്, തിരിച്ച് അതേ മരത്തിൽ കൊണ്ടുപോയി ആ ഇലേന ഫിക്സ് ചെയ്തിട്ട് വെക്ക്, അല്ലെങ്കിൽ അവിടെ മറുപടിയും ഉറപ്പിച്ച് വെക്ക് എന്ന് പറഞ്ഞു. അങ്കുലിമാൽ ബോല, ये कैसे हो सकता है? जो पत्ता एक बार पेड़ से अलग हो गया वह फिर कैसे जुड़ सकता है? അപ്പോൾ അങ്കുലിമാൽ പറഞ്ഞു, ഇതെങ്ങനെ നടക്കും? ഒരു പ്രാവശ്യം ഒരു മരത്തിൽ നിന്ന് നമ്മളൊരു ഇല പറിച്ച് മാറ്റിയാൽ തിരിച്ച് അതേ സ്ഥലത്ത് നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂലല്ലോ, നടക്കാത്ത വിഷയമാണെന്ന് പറഞ്ഞു. ബുദ്ധനെ ഉസെ സംജായ, तुम ये जानते हो कि जो एक बार अलग हो गया वह दोबारा जुड़ता नहीं, तो तुम तोड़ने का काम क्यों करते हो जब तुम फिर से उसे जोड़ नहीं सकते? അപ്പം അങ്കുലിമാലിനോട് ബുദ്ധർ പറഞ്ഞു, അപ്പം എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം. ഒരു പ്രാവശ്യം ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു മരത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ നിന്നോ മാറ്റി വിട്ടുപോയാൽ തിരിച്ച് അതിനെ അതേ സ്ഥലത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഒട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അത് നിനക്കറിയാം. പിന്നെ നീ എന്തിനാണ് അങ്ങനെ
പൊട്ടിച്ച് കളയുന്ന പോലെ. തോടന എന്ന് പറഞ്ഞാൽ ഉടച്ചു കളയുക, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ അത് നീ ചെയ്യുന്നത്, നിനക്ക് തിരിച്ച് അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റൂലെങ്കിൽ. पेड़ हो या अन्य प्राणी, सब में प्राण होते हैं. प्राणियों को तुम क्यों सताते हो, उन्हें मारते क्यों हो? അപ്പം മരമായാലും ജീവജാലങ്ങളായാലും എല്ലാത്തിലും ഉயிருണ്ട്, എല്ലാത്തിലും പ്രാണനുണ്ട്. അപ്പോൾ ആ പ്രാണനുള്ള വസ്തുക്കളെ, അതായത് ജീവജാലങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ വരും. അവരെ ഉപദ്രവിച്ചാൽ തിരിച്ച് അവരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവൻ നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല. അപ്പം നീ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? अंगुलीमाल महात्मा बुद्ध की बात समझ गया. वह उनकी शरण में आया और उन्हें उनका शिष्य बन गया. അപ്പോൾ അങ്കുലിമാലിന് മഹാത്മാ ബുദ്ധർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്കുലിമാൽ ബുദ്ധരുടെ ശിഷ്യരായി അവരുടെ ആശ്രമത്തിൽ അവരുടെ ശിഷ്യരായിട്ട് ഉപദ്രവങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു നല്ല മനുഷ്യനായി മാറി. അപ്പം നമ്മൾ ഇതിൻ്റെ മോറൽ എന്താണെന്ന് വെച്ചാൽ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി പറ്റൂലെങ്കിൽ അവർക്ക് ദ്രോഹം ചെയ്യരുത്.